സാലറി കൂടത്തുള്ളൂ. അല്ലെങ്കിൽ സാലറി ഏറ്റവും കുറവായിരിക്കും കേട്ടോ. അതാ ആർമി സസ്പെൻസ് പൊളിക്കാതെ കുറച്ച് നേരം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് പറഞ്ഞു നടക്കട്ടെ. നവയുഗ, അതെന്താ നവയുഗയെ കുറിച്ച് അറിയാവോ? ഞാൻ ഇലക്ട്രിക്കലായിരുന്നു. ആയിരുന്നോ? ഓക്കെ ഓക്കെ. ഇലക്ട്രിക്കൽ ഓക്കെ. ഇലക്ട്രിക്കലിൻ്റെ ഉണ്ട്, അവരുടെ കമ്പനിയിലുണ്ട്. സിവില് ഇലക്ട്രിക്കൽ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ പോലെ തന്നെയായിരുന്നു. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എടുക്കാൻ. കാരണം റെയിൽവേയുടെ വർക്കായിരുന്നുകൊണ്ട് തുരങ്കമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. എന്തായി കൃഷ്ണക്കുട്ടി, എൻ്റെ കഥാപുസ്തകം നൂറിനാട് ശശികടയിൽ നിന്ന് വാങ്ങി? ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ഡിങ്കംബ്രോ കീജയ് കണ്ടില്ല. എന്തോ ചെയ്യാൻ, ഞാൻ ഇല്ലാണ്ടും തപ്പി, എങ്ങും ഇല്ലായിരുന്നു. അഭിനന്ദനെ എനിക്കറിയാം, അത് അഭിനന്ദനാണെന്നറിയാം. ആടാ, നാളെ ഞാൻ ഷാൻബ്രോയെ കാണാൻ പോകും പറഞ്ഞു. ഷാൻബ്രോയെ കാണാൻ പോകുന്നു ഇല്ലേ? ഞാൻ ഇറങ്ങട്ടെ. ആഴ്ചയിട്ടുണ്ടായിരുന്നു പോവാണ്. ശരി, ആഴ്ചയിട്ട കാണാം. ഞാനിപ്പോൾ പോകും കേട്ടോ. 2 വരെ നിൽക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. 1:46 വന്നിട്ട് നിർത്താൻ മതി ടൈം. 12:30 ആഴ്ചട്ടാന്ന് വിളിക്കുന്നു. നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി ഫേമസ് ആട്ടോ. അവരുടെ കമ്പനിയിലായിരുന്നു നമ്മൾ ഉത്തരാഖണ്ഡിൽ അപകടം ഉണ്ടായില്ലേ, ടണൽ അപകടം. 6-8 പേര് ടണലിൽ 10-12 പേരും കണ്ടില്ലായിരുന്നു. ടണൽ അപകടം വന്ന് അതിൽ പെട്ടുപോയില്ലേ, ഇവരുടെ കമ്പനിക്കാരായിരുന്നു. പക്ഷെ അത് ഇട്ടിട്ടില്ല ഞാൻ പിന്നെ ഇതുവരെ. അതിൻ്റെ ഉള്ളിലെ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടില്ല. അവരെങ്ങനെയാ കഴിഞ്ഞത്, അവരെന്തെടുക്കുമായിരുന്നു, അവർക്ക് ഫുഡ് കൊടുത്തത് എല്ലാം എൻ്റെ കയ്യിലിട്ട് ഫുഡ്. ആർവി ബ്രോ, ഡോറക്കുട്ടി കാണാനില്ലല്ലോ, ലൈവ് നിർത്തിയോ? നീ പോകുന്നു? ഡോറ ലൈവ് ഒന്നും നിർത്തിയില്ല, വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. അവൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ബാലമംഗലം ഡിങ്ങിന് സുഖമാണോ? നവയുഗ മലയാളി കമ്പനിയാണോ? അല്ലല്ലല്ല, തെലുങ്ക് കമ്പനി. ഡോറ 2 തവണ ഉണ്ടായിരുന്നു ലൈവ്. ഡോറ ഇടയ്ക്കൊക്കെ ലൈവ് വരുന്നു. ഇന്നലെ അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഇന്നലെ ആയിരുന്നു മണിയാന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നു. ലൈവ് വരുന്നുണ്ട് അവൾ, ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ. അമ്മുവേ, TV നിർത്തു കുഞ്ഞേ, എനിക്ക് ഉറക്കം വരുന്നു. വേണ്ടേ? എന്നാ അവിടെ ഇരുന്നു. അമ്മുവേ, എടി സൗണ്ട് ഭയങ്കര പാടി കൊച്ചേ, സൗണ്ട് കൂടുതലാ. നീ നിർത്തിയിട്ട് പോവാനെന്ന് ആരോട് പറയാനേ? ക്ലാരിറ്റി കുറഞ്ഞത് ഇവിടെ ഞാൻ അകത്ത് കയറി കേട്ടോ. 12 മണി കഴിഞ്ഞില്ലേ, നെറ്റ് കുറവ്, അതുകൊണ്ടാണ്. രാജേട്ടൻ സുഖം എന്ന് പറയാം. പഴയ പോലെ എന്നെ ആർക്കും വേണ്ട. ഇപ്പം ന്യൂ ജനറേഷനുള്ള ഡോറാബുജി, മാഷ, മൂട്ടുപത്ത്. പഴയ പിള്ളേർക്കൊന്നും നമ്മുടെയൊക്കെ അറിയത്തില്ല പ്രോയെ. നമ്മുടെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും. എന്തോന്നാണ് ഈ പറയുന്നത്?